ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. 1200ഓളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണ നിലയിൽ. പോരൂർ പഞ്ചായത്തിലെ പാലാക്കോടാണ് സംഭവം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലാണ് വാഴകൾ ഒടിഞ്ഞു വീണത് എന്നാണ് കരുതുന്നത്. കണ്ണിയൻ അബ്ദുൽ കരീമിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് കാറ്റിൽ നശിച്ചത്. 2.5 ഏക്കർ സ്ഥലത്തായി 1500 വാഴകളാണ് കണ്ണിയൻ കരീം നട്ടിരുന്നത്. എല്ലാം തന്നെ കുലച്ചതുമായിരുന്നു. ഇവയിൽ ഭൂരിഭാഗവും ഒടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത്. വാഴകൾക്ക് പുറമെ തെങ്ങും പ്ലാവും ഇവിടെ കൃഷിയിടത്തിലുണ്ട്. കാട്ടുപന്നി ശല്യം തടയാൻ നെറ്റ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാണ് ഇവിടെ കൃഷി നടത്തിയിരുന്നതെന്ന് കർഷകനും NCP നേതാവ് കൂടിയായ കണ്ണിയൻ അബ്ദുൽ കരീം പറഞ്ഞു. ബൈറ്റ് മാതൃകാ തോട്ടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ കൃഷി നടത്തിയിരുന്നത്. വിവിധ പ്രശ്നങ്ങളെ തരണം ചെയ്താണ് കർഷകർ കൃഷി നടത്തുന്നത്. ഇതിനിടയിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും കർഷകരെ ഏറെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കരീം പറഞ്ഞു. ഞാൻ അരുമ്പറക്കോണിന്റെ ഭാഗത്തുള്ള എന്റെ ഒരു 2 ഏക്കർ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തിരുന്നത്. 1500ഓളം വാഴ വെച്ചിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു 90% വാഴകളും ഇപ്പോൾ കൊലച്ച സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ മിനിയാത്ത കാറ്റ് വന്ന് ഒരു 1200ഓളം വാഴ പോയി. അതിലൊരു 90% കൊലച്ച വാഴ പോയത്, 10% മറ്റേ വാഴ ഉണ്ടാവും. അതാണ് നമ്മൾ വലിയ പ്രതീക്ഷയായിരുന്നു. പിന്നെ നമ്മൾ മാതൃകാ തോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അതിൽ പല വേറെയും കൃഷിയുണ്ട്. കുറേ പിലാവ് ഉണ്ട്. ആ പിലാവൊക്കെ ഇപ്പോൾ നമ്മളെ ശരിക്കും ഒരു വർഷം കൊണ്ട് എല്ലാം കഴിച്ച പിലാവാണ്. ആ പിലാവ് തന്നെ ഇപ്പോൾ ഒരു 10-15 പിലാവും ഇപ്പോൾ അതിൽ പോയിട്ടുണ്ട്. പിന്നെ തെങ്ങിന് വല്ല കാറ്റ് ബാധിച്ചില്ല, എന്നാലും നല്ല ചൂടെല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 3-4 ആൾക്കാർ ദിവസം പണിയെടുത്തുകൊണ്ട് നല്ല നനച്ചൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ നല്ലൊരു മാതൃകാ ഫ്ലോട്ടാക്കിയിട്ടാണ് നമ്മൾ നല്ല പന്നീൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നെറ്റും എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ പ്രകൃതിയിൽ വന്ന ഈ മാറ്റം ഇത്ര കൃഷിക്കാർക്ക് വലിയ നഷ്ടമാണ്. കാരണം കൃഷിക്കാർ വളരെ കഷ്ടപ്പെട്ട് വലിയ പ്രദേശത്ത് വരും. പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ ഓരോ പ്രതിസന്ധി തരുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്ത് വീണ്ടും കൃഷിക്ക് പോവാം. നമ്മളിപ്പോൾ മറ്റൊക്കെ ഒഴിവാക്കി ഇനി കൃഷിയിലേക്ക് തിരിച്ചു വരാമെന്നില്ലായിരുന്നു നമ്മളെ ലൈൻ. പക്ഷെ അത് ഇങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കൂലി പ്രശ്നങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ്. അതേമാതിരി വളമയുടെ വില വർധനവും അതൊക്കെ കൃഷിക്കാരെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിലെ ഒപ്പം ഇങ്ങനത്തെ ഈ പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിക്കാരൊക്കെ ഈ കാര്യത്തിന് പിന്തിരിയും. അതാണ് ഈ കൃഷി ഉണ്ടാകുന്ന അവസ്ഥ. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.